കേരള നിയമസഭയിൽ കോൺഗ്രസിന് വേണ്ടി UDF-ന് വേണ്ടി MLA-മാരൊക്കെ തന്നെ പല കാര്യങ്ങളും പറയാറുണ്ട്, പല കാര്യങ്ങളും അവതരിപ്പിക്കാറുണ്ട്. പക്ഷേ നിയമസഭയെ ഒരു ചിരിയുടെ തളമാക്കി മാറ്റുന്ന ഒരു MLA ഉണ്ട്. ഇതിനു മുൻപും ഇദ്ദേഹം ചിരിയുടെ പൂരത്തിന് തിരികൊളുത്തിയിരുന്നു. സ്വതസിദ്ധമായ നർമ്മത്തോടെ, സർക്കാസത്തോടെ, വളരെ വിമർശനാത്മകമായി തന്നെ CPM-നെയും LDF-നെയും ഒക്കെ കൈകാര്യം ചെയ്യുന്ന VP സജീന്ദ്രനാണ് ശരിക്കും നിയമസഭയിലെ യഥാർത്ഥ നർമ്മതാരം അല്ലെങ്കിൽ ഹാസ്യതാരം. ഇത് വിമർശനം ഏറ്റുവാങ്ങുന്നവർ പോലും ചിരിച്ചു പോകുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ അവതരിപ്പിക്കുന്നതിൽ ഒരു പ്രത്യേക കഴിവ് VP സജീന്ദ്രൻ്റെ ഉണ്ട് എന്നാണ് മാധ്യമങ്ങളൊക്കെ വിലയിരുത്തുന്നത്. നേരത്തെ EK നായനാർ, അതുപോലെ തന്നെ അന്തരിച്ച ഉഴവൂർ വിജയൻ, ഇവരൊക്കെ തന്നെ നർമ്മത്തിൽ പൊതിഞ്ഞ പ്രസംഗങ്ങൾ കൊണ്ട്, പ്രസ്താവനകൾ കൊണ്ടൊക്കെ തന്നെ ജനങ്ങളെ ചിരിപ്പിച്ച വ്യക്തികളാണ്. ഇപ്പോൾ നിയമസഭയിലെ ചിരിയുടെ പൂരവുമായി എത്തുന്നത് VP സജീന്ദ്രൻ. അതായത് കിണറേഷ് അല്ലെങ്കിൽ കിണറോഗുലു എന്ന് പറഞ്ഞുകൊണ്ട് MV നികേഷ് കുമാർ CPM-ൻ്റെ പാളയത്തിലെത്തിയത് CPM-നെ തകർക്കാനാണ്. നല്ലൊന്നാന്തരം ജോലി ഉണ്ടായിരുന്നത്, നല്ല മാധ്യമപ്രവർത്തകനായിരുന്നു, എഡിറ്റർ ഇൻ ചീഫായിരുന്നു റിപ്പോർട്ടർ TV-യുടെ. എന്നിട്ട് അതൊക്കെ കളഞ്ഞിട്ട് പ്രത്യേക ക്ഷണിതാവായി അദ്ദേഹം എത്തിയത്, അദ്ദേഹം ഇതിൻ്റെ PR വർക്ക് ഒക്കെ തന്നെ ഏറ്റെടുത്തത് CPM-നിട്ട് കൊടുത്ത അന്തം വിട്ട പണിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ പിതാവിനെ എതിരെ CPM നിന്നതൊക്കെ കണക്കാക്കി മകൻ ചെയ്യുന്ന ധർമ്മമാണ് എന്നത് അത് വെറുതെ പറയുകയല്ല, നർമ്മത്തിൽ കലർത്തിയാണ് സജീന്ദ്രൻ നിയമസഭയിൽ അവതരിപ്പിച്ചത്. കേട്ടവരൊക്കെ ചിരിച്ചു, ചിരിക്കാത്തവരുമുണ്ട്. ഇത്തരം സംഭവങ്ങൾ അവതരിപ്പിക്കുന്നതിന്, നർമ്മ രസം കലർത്തി അവതരിപ്പിക്കുന്നതിന് ഒരു പ്രത്യേക താളമുണ്ട്. ആ താളമാണ് VP സജീന്ദ്രൻ കണ്ടെത്തിയിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ വാക്കുകളിലൂടെ അതാണ് പുറത്തു വരുന്നത്. കാര്യങ്ങൾ അവതരിപ്പിക്കുന്നു, കാര്യങ്ങൾ പറയുന്നു, അല്ലെങ്കിൽ വിമർശനങ്ങൾ ഉന്നയിക്കുന്നു, സ്വന്തം മണ്ഡലവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുന്നു, ഒക്കെ പറയുന്നു. പക്ഷേ ഇത്തരത്തിലുള്ള ചില കഥാരൂപങ്ങളും ചില കഥയുടെ ചില അവസ്ഥകളുമൊക്കെ തന്നെ CPM-നെ വിമർശിച്ചുകൊണ്ട്, പരിഹസിച്ചുകൊണ്ട്, അല്ലെങ്കിൽ അത് ആക്ഷേപഹാസ്യത്തിൽ കലർത്തി പറയുക എന്ന് പറയുന്നത് ഒരു ചെറിയ കാര്യമല്ല. VP സജീന്ദ്രൻ്റെ ഈ ഒരു പ്രസംഗം ഇപ്പോൾ സഭാ TV-യിലൂടെ ഇപ്പം മാധ്യമങ്ങളൊക്കെ തന്നെ ഇപ്പോൾ സംപ്രേഷണം ചെയ്യുന്നുണ്ട്. ഏതാണ്ട് വൈറലായ മട്ടാണ്. നിയമസഭയിൽ കാര്യങ്ങൾ അവതരിപ്പിക്കാം, എങ്ങനെ വേണമെങ്കിലും അവതരിപ്പിക്കാം, മറ്റുള്ളവർക്ക് ദേഷ്യം തോന്നുന്ന രീതിയിൽ അവതരിപ്പിക്കാം, മറ്റുള്ളവർക്ക് ഇറിറ്റേഷൻ ഉണ്ടാകുന്ന, അസഹിഷ്ണുത ഉണ്ടാകുന്ന രീതിയിൽ അവതരിപ്പിക്കാം. പക്ഷേ ഒരു കാര്യം അവതരിപ്പിക്കുമ്പോൾ അത് ചിരിച്ചുകൊണ്ട് അവതരിപ്പിക്കുകയും മറ്റുള്ളവർക്ക് ചിരിക്ക് വക നൽകിക്കൊണ്ട് അവതരിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നത് ഒരു പ്രത്യേക കഴിവ് തന്നെയാണ്. MV നികേഷ് കുമാറിൻ്റെ കാര്യം എല്ലാവർക്കും അറിയാവുന്നതാണ്. അദ്ദേഹത്തിൻ്റെ PR വർക്കും, അദ്ദേഹം ചില വാക്കുകളൊക്കെ തന്നെ എടുത്തു പ്രയോഗിച്ചതും, അദ്ദേഹം ചില വീഡിയോകൾ ചെയ്തതും ഒക്കെ തന്നെ CPM-ന് വലിയ തോതിൽ തിരിച്ചടിയായിട്ടുണ്ട്. ഇതൊക്കെ ഇദ്ദേഹം മനഃപൂർവ്വം ചെയ്തതാണ് എന്നൊന്നും നമ്മൾ പറയുന്നില്ല. പക്ഷേ അങ്ങനെ ഒരു സാധ്യത VP സജീന്ദ്രൻ തള്ളിക്കളയുന്നില്ല, എടുത്ത് മടിയിൽ വെച്ചിരിക്കുകയാണ്. CPM-ന് ഏറ്റവും വലിയ പാരയായത് മറ്റ് നേതാക്കളൊന്നുമല്ല, ഇതുപോലെയുള്ള PR വർക്ക് ഏജൻസികൾ കൈകാര്യം ചെയ്യുന്ന വ്യക്തികളാണ്. ഇദ്ദേഹത്തിനൊപ്പം നിന്ന ദേശാഭിമാനിയുടെ അടക്കമുള്ള ചില ആളുകളൊക്കെ ഇദ്ദേഹത്തോട് ഉടക്കിപ്പോയിരുന്നു ആ തെരഞ്ഞെടുപ്പിൻ്റെ കാലത്ത്. ഒരു മാധ്യമപ്രവർത്തകൻ ഒരിക്കലും നല്ല ഒരു PR ഏജന്റ് ആകണം എന്നില്ല, അല്ലെങ്കിൽ ഒരു PR വിദഗ്ധൻ ആകണം എന്നില്ല. നികേഷ് കുമാർ നല്ല മാധ്യമപ്രവർത്തകനാണ്, അത്യാവശ്യം നല്ല രീതിയിൽ രാഷ്ട്രീയം കൈകാര്യം ചെയ്യുന്നയാളാണ്, കേരളത്തിൻ്റെയും ഇന്ത്യയുടെയും ഒക്കെ രാഷ്ട്രീയ ചരിത്രം അറിയാവുന്ന വ്യക്തിയാണ്, സ്വന്തമായി ഒരു സ്ഥാപനം തുടങ്ങി വിജയിപ്പിച്ച് കാണിച്ച വ്യക്തി കൂടിയാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ കഴിവിനെയും അദ്ദേഹത്തിൻ്റെ ആ ഒരു കേപ്പബിലിറ്റി, അദ്ദേഹത്തിൻ്റെ ആ ഒരു മാധ്യമ ചിന്തകളെയൊന്നും നമ്മൾ ചോദ്യം ചെയ്യുന്നില്ല. പക്ഷേ ഒരിക്കലും അദ്ദേഹം നല്ലൊരു PR ഏജന്റ് അല്ല, അല്ലെങ്കിൽ ഒരു PR പ്രൊമോട്ടർ അല്ല എന്നുള്ളത് അദ്ദേഹം തന്നെ തെളിയിച്ചതാണ്. അതാണ് സജീന്ദ്രൻ പറഞ്ഞത്. സജീന്ദ്രൻ പറഞ്ഞ ഭാഷ നർമ്മത്തിൻ്റെ ഭാഷയായിരുന്നു എന്ന് മാത്രം.